ഗാർഡൻ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ മുതൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അതിൻ്റെ ലാസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന്. സോ ഹിയർ വി ഗോ. ഡേ 2. സോ ഡേ 2 ഞാൻ പറഞ്ഞില്ലേ, ചെറിയ പണിയല്ല, പ്രൊജക്റ്റ്, വലിയ പ്രൊജക്റ്റ്. ലീവ് ഒരു ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തു, ഓൺലി ഫോർ ദ സേക്ക് ഓഫ് ദിസ് ജോബ്. തുടങ്ങിയവർക്ക് കംപ്ലീറ്റ് ചെയ്യാതെ പോകാൻ പറ്റില്ലല്ലോ, അറ്റ്ലീസ്റ്റ് പാർഷ്യലി എങ്കിലും. സോ സ്റ്റേ ട്യൂൺഡ്. വളരെ അപൂർവമായി മാത്രം കാണാൻ സാധിക്കുന്ന ചില കാഴ്ചകളുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് നല്ലൊരു അനുഭവം പങ്കുവയ്ക്കാം. അതുപോലൊരു കാഴ്ച ഞാൻ ഇന്ന് കണ്ടു. അതെനിക്ക് വീഡിയോ പകർത്താതിരിക്കാൻ തോന്നിയില്ല. ഒരു പ്രായമായ ഒരു സ്ത്രീ വീൽ ചെയറിൽ സ്വന്തമായിട്ട് തൻ്റെ ഗാർബേജ് റെഡിയാക്കുന്നത് കണ്ടപ്പോൾ നമുക്ക് ആരോഗ്യമുള്ളവർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ വെറും നിസ്സാരമാണെന്ന് തോന്നിപ്പോയി. എന്താ അല്ലേ ലൈഫ്. കുറേ ബാഗ്സ് ഓൾറെഡി തന്നെ നമ്മൾ ഡിസ്പോസ് ചെയ്യാനായിട്ട് കൊണ്ടുപോയിരുന്നു. പക്ഷേ എന്നെ അമ്യൂസ് ചെയ്യിപ്പിക്കാനെന്നുള്ള രീതിയിൽ ലാസ്റ്റ് തവണ എന്നെ കൂട്ടിക്കൊണ്ടാണ് ഈ ഗാർബേജ് എല്ലാം ഡിസ്പോസ് ചെയ്യാനായിട്ട്, ഗാർഡൻ വേസ്റ്റ് ഡിസ്കാർഡ് ചെയ്യാനായിട്ട് കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോൾ വളരെ അത്ഭുതകരമായ ഒരു കാഴ്ച കാണുവാൻ സാധിച്ചു. സോ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് അങ്ങോട്ടേക്ക് പോകാം. ഒരു ലോഡ് സാധനമായിട്ട് നമ്മൾ, ഇതിപ്പോൾ എത്രാമത്തെ ലോഡാണ് വെച്ചാൽ? മൂന്നാമത്തെ ട്രിപ്പാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ ട്രിപ്പ്. നോബിൾ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മളിപ്പം ഈ വേസ്റ്റ് സാധനങ്ങൾ ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മൂന്നാമത്തെ ലോഡ് എല്ലാം എങ്ങനെ പാക്ക് ചെയ്തത്? ഓൾമോസ്റ്റ്, അതായത് ഈ കഴിഞ്ഞ 2 ട്രിപ്പും വണ്ടി നിറച്ച സാധനമായിരുന്നു. ഈ തവണ ഇത് നമ്മൾ ഈ സംഭവം പറയാൻ വേണ്ടി ഒരാളെ കൂടെ കയറ്റേണ്ടി വന്നതുകൊണ്ട് നമ്മൾ ശകലം സൈഡ് സ്പേസ് ഉണ്ടാക്കി ഇരിക്കുകയാണ്. സോ വണ്ടി നിറച്ച് നമ്മുടെ ചപ്പുചവറുകൾ, നമ്മുടെ ഗാർഡൻ വേസ്റ്റ് ആണ്. ഗാർഡൻ വേസ്റ്റ് ഇപ്പം എപ്പോഴും യു കെ എടുക്കുമ്പോഴത്തേനും നമുക്ക് ബിന്ന് സെപ്പറേറ്റ് കൊടുക്കും. ആ ബിന്നിൻ്റെ അകത്ത് മാത്രമേ നമുക്ക് പർട്ടിക്കുലർ മന്ത്ലി വൺസ് ഒക്കെയാണ് എടുക്കാൻ വരുന്നത്. പക്ഷെ നമുക്ക് ബൾക്കായിട്ടൊരു ഗാർഡൻ വേസ്റ്റ് നമുക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളത് മിക്ക ഹോം ഓണർ അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആരും ആയിക്കോട്ടെ, യു കെയിലുള്ള എല്ലാവരുടെയും ഒരു പ്രോബ്ലമാണ്. അപ്പം ഇങ്ങനൊരു ഏരിയ മിക്ക ഒരു കൗൺസിലും കാണാനായിട്ട് സാധിക്കും. അപ്പം ഒരു വലിയ ഒരു റീസൈക്ലിംഗ് സെന്ററിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റീസൈക്ലിംഗ് സെന്ററിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എത്ര എമൗണ്ട് വേണമെങ്കിലും നമ്മുടെ റീസൈക്കിൾ ചെയ്യാവുന്ന വേസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഗാർബേജ് പ്രോപ്പറായിട്ട് നമ്മൾ കൊണ്ട് റീസൈക്കിൾ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്ന വെഹിക്കിളിൽ, ഓൺ വെഹിക്കിളിൽ തന്നെ വരികയാണ് ഇവിടെ ചെയ്യേണ്ടത്. അവർ തന്നെ ഇവിടെ ഓരോ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ടുണ്ട്. പോകുന്ന വഴിക്ക് എവിടെയൊക്കെയാണ് ഡംപ് ചെയ്യേണ്ടത്, പിന്നെ എങ്ങനെയാണ് അതിൻ്റെ പ്രൊവിഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ ഒരു ബോർഡ് കാണാൻ സാധിക്കും. എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സംവിധാനങ്ങളും സിസ്റ്റമൊക്കെ കാണുമ്പോൾ നമ്മുടെ കൊച്ചു കേരളവും ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ഒത്തിരി ആഗ്രഹിച്ചു പോകുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി ശരിക്കും നേച്ചർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആയി മാറിയിരുന്നായിരുന്നു, ഒരു ഗാർബേജ് പോലും ഇല്ലാതെ. പ്രത്യേക കണ്ടെയ്നറുകളുണ്ട്. നമ്മൾ വരിക, നമ്മുടെ വണ്ടിക്കകത്തു നിന്ന് സാധനങ്ങൾ എടുക്കുക, എന്നിട്ട് ആ മെൻഷൻ ചെയ്തേക്കുന്ന കണ്ടെയ്നറുകൾ ഇടുക. ഇവിടെ അവർ എന്താ പറയുക, റീസൈക്കിൾ ചെയ്യുന്ന ഒരു യൂണിറ്റാണ്.
നമ്മളെ സംബന്ധിച്ചോളം നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് ഇത് ഭയങ്കര ഒരു ബെനിഫിറ്റാണ്. കാരണം എന്ത് അഴുക്ക് സാധനങ്ങളും വീട്ടിൽ എന്ത് ഹൗസ് ഹോൾഡ് വേസ്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് നേരെ കൗൺസിലിന് എടുക്കാൻ പറ്റാത്തത് നമുക്കിവിടെ കൊണ്ട് കളയാൻ സാധിക്കും. നല്ലൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു ഈ പോസ്റ്റ് വർക്കിൻ്റെ, പക്ഷേ അതിനുള്ള സമയവും സാഹചര്യവും കിട്ടിയില്ല. പക്ഷേ അത് തീർന്നപ്പോൾ തന്നെ നമുക്ക് അടുത്ത ടാസ്ക് കിട്ടി. ആ ടാസ്ക് എന്താണെന്ന് അടുത്ത വീഡിയോയിൽ കാണാം.